بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم التابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم يعطى المؤمن في الجنة قوة كذا وكذا في النساء قلت يا رسول الله ويطيق ذلك قال يعطى قوة 100 صدق رسول الله صلى الله عليه وسلم ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തുൽ വാഖിഅയിലെ രണ്ടാമതായി പ്രധാനമായും ചർച്ച ചെയ്യുന്ന അസ്ഹാബുൽ യമീൻ മധ്യവിഭാഗം സ്വർഗത്തിലേക്ക് ഏതെങ്കിലും ഒരു നന്മയോ ശഫാഅത്തോ എന്തെങ്കിലുമൊക്കെ കാരണമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകൾ അവരുടെ സ്വർഗീയ സുഖങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അല്ലാഹു അവർക്ക് നൽകുന്ന തണൽ വൃക്ഷങ്ങളും വിഭവ സമൃദ്ധമായ ഫലങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സ്വർഗത്തിലുള്ള സന്തോഷങ്ങളുമെല്ലാം വിശദീകരിച്ച ശേഷം അതിലൊരു കാര്യം അല്ലാഹു പ്രത്യേകം കുറച്ച് നീട്ടി പറയുന്നുണ്ട്. അത് ദുനിയാവിൽ വെച്ച് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവിലൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അതിനേക്കാൾ ഏറെ ആഗ്രഹിക്കുന്നത് വശാമ യനാലുൽ മർഉ ഫീഹാ മബാലും ഫീ മബാലിൻ മുസ്തത്വാബി. മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ നിലക്കുള്ള പരിശുദ്ധിയിലുള്ള രണ്ട് ഇണകൾ തമ്മിലുള്ള ചേർച്ചയാണ്, സംഗമമാണ്, ബന്ധം പുലർത്തി ഇണചേരുന്ന വിഷയമാണ്. മബാലും ഫീ മബാലി മുസ്തത്വാബി, മൂത്രൊഴിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സംഗമം, പുരുഷനും സ്ത്രീയും സംഗമിക്കുക എന്നതാണ് ദുനിയാവിൽ മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹം. അത് ഹലാലാ രൂപത്തിലാകും. ആ ആഗ്രഹം അല്ലാഹു സ്വർഗത്തിലും നൽകുന്നുണ്ട്. ഇവിടെ ആഗ്രഹിച്ച ആഗ്രഹം പൂർണാർത്ഥത്തിലാണ് സ്വർഗത്തിൽ നൽകുന്നത്. ഇവിടെ ആർക്കും അവനവന്റെ ഭാര്യമാര് തികഞ്ഞവരല്ല, മികവുള്ളവരല്ല. ചിലർക്കൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്താണെന്ന് പറഞ്ഞാലും ഇപ്പൊ അങ്ങനെ കഴിയുള്ളൂ എന്ന് പറയും.
എന്നാൽ അവിടെ അത് പൂർണാർത്ഥത്തിൽ നൽകാൻ നമ്മുടെ ഭാര്യമാരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ചേഞ്ച് വരുത്തി അവരുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഭംഗിയും രൂപവും എല്ലാം മാറ്റം വരുത്തി ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ഇണ ഒന്നല്ല, ധാരാളം അള്ളാഹു അവിടെ നൽകുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് പരത്തി പറഞ്ഞു. അതാണ് ഇന്ന് കാര്യമായി പറയുന്നത്. അതിന് പറ്റുന്നവരായി നമ്മുടെ ഇണകളും ആ ഇണകളെ സ്വീകരിക്കാൻ പറ്റുന്നവരായി അവരുടെ ഇണകളായ നമ്മളും വർത്തിക്കണം. എന്നാലേ അത് കിട്ടുള്ളൂ. ഭാര്യക്ക് ഭർത്താവിനെ ഇഷ്ടമല്ല, ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമല്ല, രണ്ടാലൊരു ഭാഗം ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു പക്ഷേ ആ ഇഷ്ടപ്പെടാത്ത ആള് നേരത്തെ കാലം ചെയ്തു പോയാൽ, കാലം ചെയ്യാനോ മരിക്കാം വേറെന്തെങ്കിലും വിചാരിക്കുന്ന, കാലം ചെയ്തു എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കില്ലെങ്കിലും അത് മരണത്തിന് പറഞ്ഞ ഒരു പേരാണ്. അങ്ങനെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാർ കാലം ചെയ്തു എന്ന് പറയും. കാലം ചെയ്ത പാലം മുറിച്ചിടുന്നു എന്നല്ല, മരിച്ചു എന്നാണ്. അത് മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. മരിച്ചു പോയാൽ നേരത്തെ മരിക്കും. ഭർത്താവിനെ തീരെ ഇഷ്ടമല്ല ഭാര്യ. അപ്പൊ ആ ഭാര്യ എന്താ ആഗ്രഹിക്കും? നല്ല സ്വഭാവക്കാരനായ ഒരു ഭർത്താവ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആകുമ്പോ ഇയാൾ പോയി, മറ്റേ ആള് വന്നു. അയാളെ കൂടെ ആ ഭാര്യ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ 2-3 വർഷമാകുമ്പോഴേക്ക് ഭാര്യ മരിച്ചു. ആഖിറത്തിലെത്തുമ്പോൾ ഒരു തീരുമാനം പറയണം. ഇവിടെ ഇപ്പൊ ഈ ഭാര്യക്ക് 2 ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ ഏറ്റവും കുറെ കാലം കൂടിയ ഭർത്താവാണ്, സന്താനങ്ങളെയും നൽകിയ ഭർത്താവാണ് ആദ്യം മരണപ്പെട്ടു പോയത്. ഒരു 40 കൊല്ലം കുട്ടിക്കോൾ, മൊത്തത്തിൽ ഒരു 7-8 കുട്ടികളൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത്രയും കൊല്ലത്തെ ജീവിതമുണ്ട്. പക്ഷെ അയാളെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയാൾ അള്ളാഹു കൊണ്ടുപോയി. രണ്ടാമത് വന്ന ഭർത്താവ് 4 കൊല്ലം, മക്കളൊന്നും ഉണ്ടായി. പക്ഷെ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കാം, നല്ല റാഹത്തോടെ. ഈ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്ന് രണ്ടാളും ആഗ്രഹിക്കായിരിക്കും. അപ്പൊ ഭാര്യ മരണപ്പെട്ടു പോയി, ഇണ മരണപ്പെട്ടു പോയി. ആ ഇണയോട് അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് സെലക്ഷൻ ചെയ്യാൻ അധികാരം കൊടുക്കും. ഇവിടെ സെലക്ടിങ് ഇല്ല, ഇവിടെ നോക്കി പറ്റി റെഡിയായി നിക്കാഹ്. ഇവിടെ 10 ആൾ വന്നിട്ട് ആരെങ്കിലും തെരഞ്ഞെടുക്കല്ലോ, അവിടെ സെലക്ഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നല്ല പെരുമാറ്റക്കാരനായി വർത്തിച്ച ഇണയെ ഒന്നിലധികം ഉണ്ടെങ്കിൽ സ്വീകരിക്കും. തിരിച്ചും ഭാര്യക്ക് തീരെ പോരാ, ഇയാള് നല്ല ആളാ, പക്ഷെ ഓളെ സ്വഭാവം പോരാന്ന് നാട്ടുകാരും പറയുന്നുണ്ട്, പുരക്കാരും പറയുന്നുണ്ട്, അയൽവാസികളും പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ? അഞ്ഞിപ്പോ അങ്ങനെ പോട്ടെ, ഓള് പോരാ. എന്താണ് ഓളിലുള്ള പോരാത്തരം? എന്ത് ഖൈറ് ചെയ്തു കൊടുത്താലും അതിനെ നിഷേധിക്കും, അതിനെ ഒരു ഖൈറായി കാണൂല. എന്ത് നന്മ ചെയ്തു കൊടുത്താലും ആ നന്മയെ എതിർക്കും. ഇണക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പെരുന്നാളല്ലേ എന്നൊക്കെ വിചാരിച്ച് നല്ല ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് കൊടുത്തു. ആ പുരയിലുള്ള എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു, നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന രീതിയിൽ ഒന്നി അമ്മക്കും കിട്ടിയാൽ നല്ല സന്തോഷമായിരുന്നു. കാരണം മറ്റേ പെണ്ണ് പറഞ്ഞു, ജ്യേഷ്ഠന്റെ 5ന്റെ പെണ്ണുങ്ങളൊക്കെ അവിടെ വന്നപ്പോലെ പെരുന്നാക്ക് പറഞ്ഞു, നല്ല ഉഷാറുണ്ടല്ലോ വസ്ത്രം, ഇതിനെത്രയോ? അപ്പൊ അതിന്റെ വില പറയാൻ മടി. അപ്പൊ മറ്റേ പെണ്ണുങ്ങളോട് നിങ്ങളതൊക്കെ എത്ര? ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് 2500. നിങ്ങളതിനോ? എന്റെ 2400. നിങ്ങളതിന് എന്റെ 2000 ഓലൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഇത് കമ്പനി സാധനം, 3700 കൊടുത്താ വാങ്ങിക്കൊണ്ടു. അപ്പൊ മറ്റേ പെണ്ണുങ്ങളൊക്കെ ഒന്ന് എരിവലിച്ചു, എന്റെ ഭർത്താവിന് നിന്നോടുള്ള സ്നേഹം ചെറുതൊന്നുമല്ല. അപ്പൊ ആ പെണ്ണ് ഓലക്കെ അടാ, പലരും ചിരിക്കുന്ന അനുഭവം കൊണ്ട് ചിരിക്കുകയാണ് എല്ലാരും. അപ്പൊ ഇത് നിഷേധിച്ചു.
ഈ ഒരു നിഷേധാത്മകമായ പ്രതികരണം തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സുബറോടെ കഴിയുന്ന ഈ ഭർത്താവിനെ അല്ലാഹു തആല ഈ പെണ്ണിനെ കൊണ്ടുപോയി വേറെ ഒന്നിനെ കൊടുത്താൽ, മക്കളൊക്കെ നൽകിയത് ആദ്യത്തെ ഭാര്യയിലാണെങ്കിലും രണ്ടാമത്തെ ഭാര്യയോടുകൂടെ ജീവിച്ചത് നേരത്തെയുള്ള ഭർത്താവിനെ പറഞ്ഞ പോലെ 4 കൊല്ലാണെങ്കിലും വളരെ ഹൃദ്യമായ ജീവിതമായിരുന്നു. ഒരിക്കലും ഒരു ചെറിയ നന്മയെ പോലും വിമർശിച്ചിട്ടില്ല. വളരെ സന്തോഷം. ആരാധനയിലും സംസ്കാരത്തിലും സ്വഭാവത്തിലൊക്കെ എന്റെ ഭാര്യ എനിക്ക് മാതൃകയാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ. ആ ഇടക്കാണ് ആ ഭർത്താവിനെ അല്ലാഹു കൊണ്ടുപോയത്. അപ്പൊ ആ ഭാര്യ നേരത്തെ ആ പെണ്ണ് വേറൊരു കല്യാണം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ട് വേറൊന്നും വേണ്ടാന്നിങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഇവർ രണ്ടാൾ യോജിച്ചത്. ഈ യോജിപ്പിൽ രണ്ടുപേർക്കും ഇപ്പൊ 2 ഭാര്യയുണ്ട്. ഒരാൾക്ക് 2 ഭാര്യയുണ്ട്, മറ്റാൾക്ക് 2 ഭർത്താവുണ്ട്. അവിടെയും നടക്കും സെലക്ഷൻ. അപ്പോഴും കുറഞ്ഞ കാലത്തിൽ നല്ല സ്വഭാവത്തോടെ കഴിഞ്ഞ് ജീവിച്ചവരെ ഒരുമിപ്പിക്കുന്നു. ഇത് നമുക്കുള്ള നല്ലൊരു ഒരു ഡോസാണ് ഈ ഇന്നത്തെ ഈ ഇതിൽ പറയുന്ന ഒരു ഹദീസ്. സ്ത്രീയും പുരുഷനും 2 പേരും അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചിലരൊക്കെ ചോദിക്കും, ഞങ്ങളിപ്പോ ഇവിടെ എത്രത്തോളം സഹിച്ചു, ഇനിയിപ്പോ ഇതിന് സ്വർഗത്തിൽ സഹിക്കണോന്ന് അങ്ങനെയും ചോദിക്കും. തിരിച്ചു ചോദിക്കും, ഭാര്യമാര് ചോദിക്കും തിരിച്ചു, പടച്ചോനെ ഇവിടെ മതിയെന്ന് കരുതിയിരുന്നു, ഇനിയിപ്പോ ഇതിന് അവിടെ എത്തിയിട്ടും കാണുന്ന ഇതിനെ പിന്നെ സഹിക്കണം. അല്ല, 2 പേരും ഏകദേശം ഒരു 75% പൊരുത്തപ്പെട്ടു പോകുന്നവരാണെങ്കിൽ അവരവിടെ എത്തുന്ന സമയത്ത് ഇവിടെയുള്ള സ്വഭാവ മഹിമയും രൂപഭാവവും അല്ല. അപ്പോ ഒന്നിക്കണം, യോജിക്കണം എന്നുള്ള നിലക്ക് നല്ല രൂപത്തിൽ കുറച്ചൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെയും എല്ലാം തികഞ്ഞൊരു ഭാര്യയെയും ഇവിടെ സാധ്യമല്ലല്ലോ. അവതാ ഞാൻ 75% എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ രൂപത്തിൽ പോകുന്നവർ അവിടെ എത്തുമ്പോ അവർ ഒരുമിക്കാനാണ് ആഗ്രഹിക്കുക, വേർപിരിയാനല്ല. അങ്ങനെ ചിന്തിക്കും ചിലര്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ചിലർ. സാറേ ഞാൻ വിചാരിച്ച ഇതിനെ ഇവിടെ തന്നെ സഹിച്ചാൽ മതി, ഇനിയിപ്പോ അവിടെ എത്തിയിട്ടും സഹിക്കണോന്ന് ചോദിച്ചിരുന്നു. തിരിച്ചു പെണ്ണുങ്ങളും ചോദിക്കും, നമ്മളവർ ചോദ്യം കേൾക്കാത്തതുകൊണ്ടല്ലേ അവരും ചോദിക്കും, ആണുങ്ങൾ മാത്രമൊന്നല്ല ചോദിക്കും. അപ്പൊ ആ ഒരു വിഷയമാണ് അല്ലാഹു പറയുന്നത്. വഫുറുഷിം മർഫൂഅ, സ്വർഗത്തിൽ വിരിക്കപ്പെട്ട ഒരുപാട് വിരികളുണ്ട്, ഉയർത്തപ്പെട്ട വിരികൾ, ഉയർത്തപ്പെട്ട വിരികൾ, വിരിപ്പുകൾ, നല്ല ഉയർന്ന വിരിപ്പാണ്. ഉയർന്ന വിരിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല ഉയരണ്ടതിന്. ഒന്ന് ഉയരം എത്ര? കമാ ബൈന സമാഇ വൽ അർദ്, ആ കട്ടിലിന്റെയും ആ വിരിപ്പിന്റെയൊക്കെ ഉയരം ആകാശഭൂമികൾക്കിടയിലുള്ള ഉയരമാണ്. മസീറത്തു മാ ബൈനഹുമാ 500 ആം, ആകാശഭൂമിന്റെ ഇടയിലുള്ള ഉയരം അകലം എത്ര? 500 കൊല്ലത്തെ വൈദൂരാണ്. 500 കൊല്ലത്തെ വൈദൂരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുള്ളിങ് ഉള്ള ഹൈ ലെവൽ വാഹനത്തിൽ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം നടത്തും. അത്രയും വലിയ വൈദൂരമുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള ഉയരം പോലെ നല്ല ഉയർന്ന കട്ടിൽ, അതിൽ എപ്പോഴും സദാസമയത്തും വിരിച്ചു വച്ചിരിക്കുന്ന വിരിപ്പ്, അത് മടക്കി വെക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെയുള്ള വിരിപ്പ് അങ്ങനെയല്ല, മടക്കി വെക്കണം, കൊടയണം, ക്ലീൻ ചെയ്യണം. അവിടെ സദാസമയത്തും അത് ക്ലീൻ, ഫ്രഷ് ആണ്. അതാണ് മർഫൂഅ എന്ന് പറയുന്നത്. നിലവാരം കുറയൂല. ഇവിടെ നമ്മളങ്ങനെ കൊരൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് ബെഡൊക്കെ മടക്കി വെക്കാൻ മറന്നുപോയി തിരിച്ചു വരുന്ന സമയത്ത് എലിക്കാഷ്ടം ഒന്നുകിൽ, അല്ലെങ്കിൽ പല്ലിക്കാഷ്ടം, അല്ലെങ്കിൽ കൂറയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേറി അത് ഒന്ന് വൃത്തിയാക്കേണ്ട അവസ്ഥ വരും. അവിടെ അങ്ങനല്ല. അതാണ് മർഫൂഅ എന്ന് പറഞ്ഞ ലെവല്. എപ്പോഴും അത് ക്ലീൻ ചെയ്യപ്പെട്ട രീതിയിൽ, ഉയർന്ന രീതിയിൽ, ഉയർന്ന കട്ടിലുകളിൽ സന്തോഷിക്കുക, അതൊരു സന്തോഷം തന്നെ. അതുകൊണ്ടാണ് ഉയർന്ന സ്ഥലത്ത് ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് അതില് ഇണയും തുണയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ദുനിയാവിലെ സ്വഭാവമാണ്. ഉയർന്ന തലത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് ഇവിടെ ഒന്നും ഇരിക്കാനില്ല, ഉയർന്ന ആ സ്റ്റേജിൽ പോയിട്ടായിരിക്കാൻ. അവിടെയാണ് വിശ്രമം. അവിടെ ഇങ്ങനെ പോയി താഴോട്ടിങ്ങനെ നോക്കുമ്പോ ഒരു പേടി, കുറെ അകലുണ്ട്. പക്ഷെ മേലെത്തി നോക്കുമ്പോ ഒരു സന്തോഷം. ഇവിടുന്ന് കാര്യമായിട്ട് കുറെ ആൾക്കാർ പോകുന്നത് തന്നെ
ദുബൈയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് ബുർജ് ഖലീഫന്റെ മേലെ കയറി വെക്കാന്നുള്ള. അങ്ങനെ കേറുമ്പോ എന്താ, മുകളിലെത്തി താഴോട്ട് നോക്കുമ്പോ ഓ നമ്മളിപ്പോ എവിടെ, എത്ര മുകളിലാണ്. ഇവിടെ കുറച്ചേരം ഇരിക്കുക. മുകളിൽ ഉയർന്ന സ്ഥലത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ട്. അതിനാണ് അല്ലാഹു തആല നല്ലോണം ഉയരത്തിൽ ഉള്ള വിരിപ്പ് തന്നെ തയ്യാറാക്കി വെച്ചത്. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ വിരിപ്പ് കൊണ്ട് ഉദ്ദേശം നമ്മൾ ഈ കാണുന്ന വിരിപ്പ് മാത്രം അല്ല. വിരിപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന്റെ മേലെ ഇരിക്കാനും ആള് വേണ്ടേ, കിടക്കാനും ആള് വേണ്ടേ. അതുകൊണ്ടാണ് അത് സ്ത്രീകളെ പറ്റിയാണ്. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഫുർഷ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഹിയൻ നിസാ, ഭാര്യമാരാണ്. അല്ലാഹു തആല അവരെ സംബന്ധിച്ച് അവ്യക്തമായി പറഞ്ഞതാണ് വിരിപ്പ്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ അങ്ങനെ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക് മതി. ഇണയും തുണയും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ആ ഇണകൾ, നിങ്ങൾ ഭാര്യമാര് എന്ന് പറയുന്ന ഇണകൾ, ലിബാസുൽ ലക്കും നിങ്ങൾക്കുള്ള ഉടയാടകളാണ്. വസ്ത്രമല്ല പറഞ്ഞത്, ഉടയാടകളാണ്. വ അൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള ലിബാസ്. ലിബാസ് എന്ന് പറഞ്ഞ അർത്ഥം ധരിച്ചേനാ പറയാം. ഷോക്കേസിൽ മടക്കിച്ചിൻ ലിബാസ് എന്നല്ല പറയാം, അതിന്റെ സൗബ് വസ്ത്രം എന്നറിയാം. പീടികകളിലൊക്കെ വിൽക്കാൻ വെച്ചതൊക്കെ വസ്ത്ര. ഇത് ധരിച്ചത് എത്ര ടച്ച് ഉണ്ട് മേനിയോട്, ശരീരത്തോട് എത്ര ടച്ച് ഉണ്ട്. ഇതേ രൂപത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ശരീരം രണ്ടാണെങ്കിലും ഒന്നാണ്. മനസ്സിലായോ? രണ്ടാണത്, പക്ഷെ തത്വത്തിൽ ഒന്നാണത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. അപ്പൊ ഇണകളെ പറ്റി അവിടെ ലിബാസ് എന്നാ പറഞ്ഞു. ഇതേ രൂപത്തിൽ ഇവിടെ പറഞ്ഞു വഫുറുഷിൻ മർഫൂഅ, നല്ല നിലവാരമുള്ള നല്ല മഹത്വമുള്ള ഇണകളുണ്ട് അവിടെ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആ ദുനിയാവ് കണ്ട മാതിരിയല്ല. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, അവരെ നമ്മൾ പ്രത്യേകം സംവിധാനിച്ചു, പ്രത്യേകം പടച്ചു. പ്രത്യേകം പടച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു പ്രത്യേക പടപ്പാണ്. സ്വർഗത്തിലേക്ക് ആ ഇണകൾ അല്ലാഹു സെറ്റപ്പാക്കിയത് ദുനിയാവിൽ എങ്ങനെ കാണാൻ കഴിയില്ല. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം കന്യകകളാക്കിയിരിക്കുന്നു. സ്വർഗീയ തരുണികൾ, സ്വർഗീയ ഇണകൾ എന്നും കന്യകകളാണ്. ദുനിയാവിലെ സ്ത്രീകൾ എന്നും കന്യകകളല്ല, അവരെ ബക്കാറത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് കല്യാണം കഴിക്കുന്ന മിക്ക ആളുകൾക്കും ഒരുപക്ഷെ ബിക്റിനെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം സഹോദരിമാര് പലരും വിവാഹത്തിന്റെ മുമ്പ് തന്നെ ബക്കാറത്ത് അവരുടെ ഓട്ടത്തിലും ചാട്ടത്തിലും സൈക്കിൾ ഓട്ടത്തിലൊക്കെ നഷ്ടപ്പെട്ടവരായിരിക്കും മിക്ക പേരും. ബക്കാറത്ത് ഒരു പുരുഷൻ ബന്ധപ്പെടുന്നതിലൂടെ മാത്രമൊന്നുമല്ല നീങ്ങ. സയ്യിബാഗ എന്ന് പറഞ്ഞിടത്ത് ഫത്തുൽ മീനിൽ പറഞ്ഞു, ബക്കാറത്ത് നീങ്ങൽ പെണ്ണിന്റെ പ്രവർത്തനം കൊണ്ട്, ഓട്ടം ചാട്ടം മറ്റു കാര്യങ്ങളെ കൊണ്ട് ബക്കാറത്ത് നീങ്ങിപ്പോകും. അങ്ങനെ വരും. അപ്പൊ ആ രൂപത്തിലുള്ള ഓട്ടവും ചാട്ടവും ചെരിച്ചിലും രൂപത്തും ഭാഗങ്ങളൊക്കെ വരുമ്പോ നീങ്ങിയവരായിരിക്കും. സ്വർഗീയ തരുണികളായി കിട്ടുന്ന ഇണകൾ എന്നും ബിക്റാണ്. ആദ്യഘട്ടത്തിൽ വിവാഹം കഴിക്കുമ്പോഴുണ്ടാകുന്ന സ്ത്രീയുടെ സുഖം, പുരുഷൻ അനുഭവിക്കുന്ന സുഖം, അതാണല്ലോ ബിക്റിന്റെ സുഖം, കന്യകയുടെ സുഖം. കന്യകത്വം നഷ്ടപ്പെടാത്ത രൂപത്തിൽ. അതാ നമ്മൾ പറഞ്ഞത്, കന്യാമറിയം എന്ന് പറയുന്ന ഒരു മറിയല്ല. അങ്ങനെ കന്യാമറിയം എങ്ങനെ ഉണ്ടാകുക? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവരെ പ്രസവിച്ചതല്ലേ. പിന്നെ എങ്ങനെ കന്യകത്വം കഴിഞ്ഞില്ലേ? പ്രസവിക്കലോടെ കന്യക ചർമ്മം നീങ്ങിപ്പോകും. പിന്നെ ഈ പേരെങ്ങനെ ഫിറ്റാകുക? ഫിറ്റാവൂല. അതൊരു ഒരു വെച്ച് കിട്ടുന്ന സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റൂല.
ഇത് ഞാൻ എൻ്റെ ഒരു അയൽവാസിയോട് മുമ്പ് ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിൽ ഇപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പറയുന്നൊരു പറച്ചിലുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം ഉണ്ട്. അപ്പൊ അതെങ്ങനെ ശരിയാകാന്ന് വെച്ചാൽ, ആ പറച്ചിലാണെങ്കിൽ സദാസമയത്തും ആ രൂപത്തിൽ വേണമെന്നാണല്ലോ. അല്ല, കന്യാമറിയം എന്ന് പറയുമ്പോ എപ്പോഴും കന്യകത്വം വിടാതെ നിൽക്കണമെന്നല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞു ശരിയാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയല്. നിങ്ങൾ അങ്ങനെ പറയുന്നത് ഭാഷാപരമായി ശരിയാകുമെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് ജനിച്ച പുത്രനാണ്. അതിൽ നിങ്ങൾക്ക് തർക്കമല്ലല്ലോ, ശരിയാണ്. അപ്പോ ഒരു പുത്രൻ അങ്ങനെ ജനിക്കുമ്പോ ആ ജനനത്തോടെ കന്യകത്വം നീങ്ങൂലേ? അദ്ദേഹം പറഞ്ഞു നീങ്ങും. അപ്പൊ പിന്നെ ഈ പേര്, ഈ വിളിക്കുന്ന പേര് ശരിയല്ലല്ലോ, അത് മാറ്റണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് വിശുദ്ധ മാതാവ് എന്ന് വിളിക്കാം. അങ്ങനൊക്കെ വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിലെ തരുണികൾ എന്നും വിക്രാൻ, കന്യകകളാണ്. ഉറുബൻ അത്റാബ ലിഅസ്ഹാബിൽ യമീൻ. ഉറുബൻ അവർ സൗന്ദര്യവതികളാണ്, സൗന്ദര്യവതികളാണ്. അത്റാബൻ സമപ്രായക്കാരാണ്. പ്രായം കൂടൂല. പ്രായം കൂടാത്തത് ഒരു സന്തോഷാണല്ലോ. പ്രായം കുറഞ്ഞ ഇണ പ്രായം കൂടിയ ഭർത്താവിന് കേൾക്കുമ്പോഴേക്ക് ആൾക്കാര്, ഓ, ഞാൻ ഉംറക്ക് പോയപ്പോ രാത്രി ഒരാൾ ബിരിയാണി കൊണ്ടുവന്നു. ഒട്ടകത്തിന്റെ ബിരിയാണിയാണ്. അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കൽ സുന്നത്തുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട്. 1 മണിക്കാണ് ഇയാൾ കൊണ്ടുവരുന്നത്. 1 മണിയാലും കുഴപ്പമില്ല, കഴിക്കൽ സുന്നത്തുള്ളതല്ലേ. അത് വാങ്ങിച്ചു. അപ്പൊ നമ്മളെ റൂമിലുള്ള ആള് ചോദിച്ചു, ഇതേത് വകുപ്പിലാണ്? ചോദിക്കോ, രാത്രി ബിരിയാണി കൊണ്ട് ഒരു കല്യാണം നടന്നു. ആരെ കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുണ്ട്, നമ്മക്കാളെ പരിചയമല്ല. അപ്പൊ പേര് പറഞ്ഞപ്പോ എന്നോട് ഉസ്താദെ, ആ കല്യാണം കഴിച്ച പുതിയാപ്പിളക്ക് 55 വയസ്സും പെൺകുട്ടിക്ക് 18 പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷായിരിക്കും. പ്രായം കൂടുതൽ അറിയുമ്പോൾ ആൾക്കാർക്ക് ബേജാറാണ്. അള്ളാഹു പ്രായം തന്നെ പറഞ്ഞില്ല, അത്റാബൻ സമപ്രായക്കാർ, ഒരേ പ്രായം. അതിന്റെ പേരിൽ പിന്നെ ഒരു തർക്കം, ഓ പ്രായം കൂടിപ്പോയില്ലേ. രണ്ടാളും പറയില്ല, അത്റാബൻ സമപ്രായക്കാരാണ്. ഇണയും തുണയും രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. ലിഅസ്ഹാബിൽ യമീൻ. ഇതെല്ലാം അല്ലാഹു തആല നൽകുന്നത് അസ്ഹാബുൽ യമീനാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹോദരിമാരെ പറ്റി പറഞ്ഞപ്പോ ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, തുടക്കം പറഞ്ഞത് ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, നല്ല നിലവാരമുള്ള സന്തോഷിപ്പിക്കുന്ന ഈ സ്ത്രീകൾ, അവരെ നാം പ്രത്യേകം ഒന്ന് സംവിധാനിച്ചു എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഹുന്നല്ലവാത്തി ഖുബിളിന ഫീ ദാരി ദുനിയ, ദുനിയാവിൽ നിന്ന് അവർ മരണപ്പെട്ടു പോകുമ്പോ മരിക്കുന്നത് അജായിസ്, വൃദ്ധകളായിട്ടാണ്. ശുംതൻ റുംസ, ശുംതൻ അവരുടെ തലമുടികളിൽ പല ഭാഗത്തും നരബാധിച്ചിട്ടുണ്ട്. റുംസൻ അവരുടെ കണ്ണിന്റെ കുഴികളിൽ പീള കെട്ടിയിട്ടുണ്ട്. അത്രയും പ്രായാധിക്യത്തിലാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. പക്ഷേ അല്ലാഹു തആല അവരെ മാറ്റി അങ്ങനത്തെ ഒരവസ്ഥയിലല്ല അല്ലാഹു തആല അവരെ വെക്കുന്നത്. കാണാൻ നല്ല സന്തോഷമുള്ള ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു തആല അവരെ മാറ്റുകയാണ്. ആ മാറ്റുന്ന സഹോദരിമാരെ പറ്റി പിന്നെ അല്ലാഹു തആല പറയുന്നത് അത്റാബൻ ഉറുബൻ, നല്ല സൗന്ദര്യവതികളായി, ആരും കണ്ടാൽ സന്തോഷിക്കുന്ന രൂപത്തിലുള്ള സൗന്ദര്യം അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് വിശദീകരിച്ചിടത്ത് നിരവധി പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറുബൻ എന്ന് പറഞ്ഞതിനെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് മുത്തഹബ്ബബാത്തുൻ ഇലാ അസ്വാജിഹിന്ന, ഇണകൾക്ക് ഏറ്റവും സന്തോഷമുള്ള തരുണികളാണ്. അവരെ ഇണകൾക്ക് ഒരു നിലക്കും അവരെ പറ്റി ഒരു വെറുപ്പുണ്ടാകൂല. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, നല്ലോണം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരൊട്ടകത്തെ
ഏതു രൂപത്തിൽ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ പരിപാലിച്ച് സ്നേഹിക്കും, സന്തോഷിക്കും, അതിനേക്കാളും വലിയ സന്തോഷായിരിക്കും ഉറുബ്. ഇണകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, കൊതിക്കുന്ന രൂപത്തിലുള്ള ഇണകളാണ്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഈ ഭർത്താക്കന്മാരായ ഇണകൾ അവരുടെ സ്ത്രീകൾക്ക്, ഭാര്യമാരായിട്ടുള്ള ആളുകൾക്ക് അവരും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷമാണ്, ചെറിയ സന്തോഷമൊന്നുമില്ല. മറ്റൊരു വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഉറുബൻ എന്ന് പറഞ്ഞാൽ ഹുസ്നുത്തബഉൽ എന്ന് പറഞ്ഞാൽ ഇണയായി ജീവിക്കാൻ നല്ല ശൈലി സ്വീകരിച്ച സഹോദരി. ആ സഹോദരിയുടെയും സഹോദരന്റെയും സന്തോഷ ജീവിതം കണ്ട് നാട്ടുകാർ പറയും, ഇണയും തുണയായി ജീവിക്കേണ്ടതാ അവരെ പോലെ. എന്താ അങ്ങനെ അറിയാൻ കാരണം? യാത്ര കഴിഞ്ഞ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരികയെന്ന് കണ്ടാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വരുന്നത് കാണുമ്പോഴേക്ക് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തി ഉച്ച ടൈമിലെത്തുന്ന കാണുമ്പോഴേക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വൃത്തിയാക്കി നല്ല നിലക്ക് കാത്തിരിക്കാൻ വീട്ടിലേക്ക് വരുമ്പോ സ്വീകരിക്കാം. വന്ന പാടന്നെ സലാം പറഞ്ഞ് കൈ കൊടുത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തിയിട്ട് എല്ലാം പറയുന്നതിന്റെ മുമ്പ് നല്ല വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നു. ഇതെന്താ വെള്ളം? ഇളനീരാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ അങ്ങാടി കണ്ടപ്പോൾ ഇളനീര് കുടിക്കാൻ കരുതി. അപ്പൊ നീ ഇവിടെ ഇളനീര് വാങ്ങിച്ചുകൊണ്ട് അള്ളാഹുത്തല എന്നോട് വേണ്ടാൻ തോന്നിപ്പിച്ചായിരിക്കും. അയാൾ പറഞ്ഞു ഞാൻ കുടിച്ചില്ല, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു, പച്ചവെള്ളം കുടിച്ചു. ഇളനീര് പെടുക്ക് ഇങ്ങനെ കാത്തിരുന്നോണ്ട് പിന്നെ അവിടെ നിന്ന് കുടിച്ചാൽ ഞാൻ കുടിച്ചെന്ന് പറയുള്ളൂ. ഇളനീര് കുടിച്ചു. റാഹത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയൊരു ക്ഷീണം ഇങ്ങനെ തോന്നുന്നുണ്ട്. ഒന്ന് ഉറങ്ങണോ? യാത്ര കഴിഞ്ഞൊന്നല്ല. ഇതാ ഞാൻ ഒക്കെ റെഡി, വിരിപ്പൊക്കെ റെഡിയാക്കി ഭംഗിയാക്കി വെച്ചിട്ട് അങ്ങനെ കിടക്കുന്ന റൂമിലേക്ക് പോയപ്പോ വിരിപ്പ് രൂപം കണ്ടപ്പോ ഒന്ന് കിടക്കാൻ തന്നെ തോന്നുന്നു. നല്ല ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വെച്ചിട്ട് അങ്ങനെ സന്തോഷത്തോടെ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ ഭക്ഷണം റെഡിയാക്കി. ഇങ്ങനെ എല്ലാം ഹുസ്നുത്തബഉൽ, ഇണയെ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല അവസ്ഥ ഉള്ള സഹോദരിയാണ് അവിടെ. മറ്റൊരു തഫ്സീർ കാണാം. ആ തഫ്സീർ നമുക്കൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന തഫ്സീറാണ്. ഉറുബൻ ഹസനാത്തുൽ കലാം, നല്ല സംസാരം സംസാരിക്കാൻ പറ്റും. അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിവെക്കുന്ന. അതാണ് വിവാഹമോചന കേസുകളിൽ എന്താ കാരണം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അധികം എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞ എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ നല്ല സംസാരം, ആരെയും സ്വീകരിക്കുന്ന ഒരു വിഷയം നല്ല സംസാരാണല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇണയെ, ഒന്നാമത്തെ ഇണയെ ഒഴിവാക്കാൻ വേണ്ടി മകനോട് പറയാൻ കാരണം സൗന്ദര്യം കുറവായിട്ടല്ല. ജുർഹും ഗോത്രക്കാരിയാണ് ആ പെണ്ണ്. നല്ല അറബി ഭാഷ അറിയുന്ന നല്ല തറവാട്ടുകാരിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ പെരുമാറ്റ ദൂഷ്യം, സംസാരം ഒരു നിൽക്കും പോരാ. താടിയും തലയും നരച്ച പ്രായാധിക്യമുള്ള ഈ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒന്ന് ഇറങ്ങിയിരിക്കാൻ പോലും പറഞ്ഞില്ല. പറഞ്ഞ ജവാബ് മുഴുവനും ഇടങ്ങേറുള്ള ജവാബ്. ജീവിതം എങ്ങനെ? ജീവിതമൊക്കെ ഇടങ്ങേറാണ്. ഭർത്താവ് പോയി ഇപ്പോഴാ വരിക, അങ്ങനെ ഒരു തെറിച്ച മറുപടി. അല്ലാതെ അടുക്കളയിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിശോധിച്ചിട്ടൊന്നുമില്ലല്ലോ, ബാക്കിയൊന്നുമില്ലല്ലോ. ഈ സംസാരം, ഈ ഒരു പ്രതികരണം ഒരു നിലക്കും ഇഷ്ടപ്പെട്ടില്ല. ഒഴിവാക്കാൻ. രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണിലാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 10 മക്കൾ ജനിച്ചത്. ഇബ്രാഹിം നബിന്റെ ദുആ. എന്താ ദുആർക്കാൻ കാരണം? ആ പെണ്ണിന്റെ ഒരു സംസാരം. എങ്ങനെ സംസാരിച്ചത്? എത്ര പ്രാവശ്യം നിങ്ങൾ ഒന്നാ വാഹനത്തു നിന്ന് ഇറങ്ങി ഉള്ളതെന്താച്ചാ കഴിക്കാം, കുടിക്കാം. ഇത് ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് ദമ്മോശനാന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ. ജീവിതത്തിൽ ആദ്യം കാണാണ്. ഇത് ജീവിതത്തിൽ 100,000 വട്ടം കണ്ട അമ്മോശനാണ്. എന്നാലോ ജീവിതത്തിൽ ആദ്യം കാണാണ്. ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കി ഇതായിരിക്കും എന്റെ ഭർത്താവിന്റെ ഉപ്പ, ഈ വന്നതായിരിക്കും. എന്നാ കയറി
ഒന്ന് കയറിയിരിക്കി, ഒന്ന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. ഇത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ഇറങ്ങിയില്ല. ഭക്ഷണം എങ്ങനെയെന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി പറഞ്ഞത്? എപ്പോഴും കിട്ടുന്ന ഭക്ഷണം അല്ല പറഞ്ഞത്. പിന്നെയോ എപ്പോഴെങ്കിലൊക്കെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണമാണ് ഞങ്ങളെ ഭക്ഷണം. എപ്പോഴും ഇവിടെ ലഹ്മ അല്ല. അതാ നിങ്ങൾ നോക്കി, മാംസമുണ്ട്, വെള്ളമുണ്ട്. വെള്ളത്തിലും മാംസത്തിനും ബറക്കത്തിന് ഇതായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യകുല്ലഹും യൗമൈദിൻ ഹബ്ബുൻ. അന്ന് അവർക്ക് ധാന്യമല്ല, ധാന്യം കൂടി പറഞ്ഞിരുന്നെങ്കിൽ, ധാന്യവും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആർക്കുമായിരുന്നു. അന്നത്തെ ആ ദുആ കാരണം ഈ 2 എണ്ണവും മക്കയിൽ നിന്ന് വേർപിരിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടില്ല. വെള്ളവും ഇറച്ചി കിട്ടൂലേ? ഇഷ്ടം പോലെ കിട്ടുന്നത് എവിടെയും കിട്ടും. എത്ര സ്റ്റാളാണ് ഇറച്ചിക്കുള്ളത്? പുറമെ ഹലാൽ ചിക്കൻ എന്നാണ് വരുന്നത്. വേറെ അല്ലാഹു എന്തൊക്കെ ബീഫാ വരുന്നത്? ഹലാൽ ബീഫ്, ഹലാൽ ചിക്കൻ, അത് വേറെ വരുന്നുണ്ട്. ഇത് അവിടെ തന്നെ ഉള്ളത് തന്നെ എത്ര ഉണ്ട്? വെള്ളം യഥേഷ്ടം കിട്ടല്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകാണ് എന്ന് കണ്ടപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, പോകല്ലേ, ഒരു മിനിറ്റ്, കാലൊന്ന് താഴ്ത്തി, വന്ന വാഹനത്തെ ഒന്ന് താഴ്ത്തി, അവിടെ വാഹനത്തിന്റെ മേലെ തന്നെ ഇരിക്കുകയാണ്, ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഒന്ന് താഴ്ന്നിരിക്കാനും ഈ പെൺകുട്ടിക്ക് ഒന്ന് ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് അടുക്കാനും വേണ്ടിയിട്ട്, തൊട്ടാലൊന്നും മുറിയാത്ത വലിയ ബന്ധല്ലേ ഇതുള്ളത്, ഒരു സാധനം, ഒരു സ്റ്റൂള് പോലത്തെ ഒരു വസ്തു അടുപ്പിച്ചു വെച്ചു കൊടുത്ത് അതിലേക്കൊന്ന് കാല് ചവിട്ടി ഒന്ന് താഴ്ന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട്, യാത്ര കഴിഞ്ഞവരിൽ കാബയിലേക്ക് വന്നതാണെങ്കിലും എവിടുന്ന് വന്നതാണ്? ഫലസ്തീനിൽ വന്നതാണ്, ദീർഘയാത്ര. അപ്പോ തലയിലും താടിയിലും പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം തൊട്ടിട്ട് ഒന്ന് തൊട്ട് തടവി വൃത്തിയായി കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വന്ന സന്തോഷം ചെറുതല്ല. ആ കുടുംബത്തിന് ബറക്കത്തിന് ദുആയിരുന്നു. മക്കളുണ്ടായി. അപ്പരമ്പരയിലൂടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അപ്പൊ തങ്ങൾ പിറവി കൊള്ളേണ്ട ഒരു പരമ്പരയിൽ സ്വഭാവദൂഷ്യമുള്ള ഒരാളും പാടില്ല, ആണും പാടില്ല, പെണ്ണും പാടില്ല, ഉത്കൃഷ്ട സ്വഭാവമുള്ളവരാകണം. അതിനാണ് ആദ്യത്തിനെ മാറ്റാൻ പറഞ്ഞു. സംസാരം തന്നെ പോരാ, നല്ല സംസാരം. ഇണകളെ സംസാരം കൊണ്ട് കേൾക്കുമ്പോഴേക്ക് അടുത്തിരിക്കാൻ തോന്നും, വർത്തമാനം കേൾക്കുമ്പോഴേക്ക് അടുത്തിരിക്കാൻ തോന്നും. അങ്ങനെ എത്ര സഹോദരിമാർക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നല്ല സംസാരം കൊണ്ട്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വാധീനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവിക്ക് എന്റെ കൽബിൽ ഖദീജ ബീവിയോടുള്ള ഹുബ്ബ് ഇട്ട് തന്നു എന്ന് തങ്ങൾ പറഞ്ഞല്ലോ, തീർത്തു പറഞ്ഞല്ലോ. ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, ആ മഹദിയോടുള്ള പ്രേമം, പ്രിയം എന്റെ കൽബിൽ അല്ലാഹു തആല തന്നു കഴിഞ്ഞു ആയിഷ, അതിനി മാറ്റാൻ ആർക്കും കഴിയൂല. അങ്ങനെ പറയാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം, അത്ര നല്ല പ്രതികരിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് ലോകത്താര ആരാ സഹോദരങ്ങളെ? കാരണം കുടുംബം മുഴുവനും ബഹിഷ്കരിച്ചിട്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടുംബത്തിൽ പോയി താമസിച്ചോളൂ എന്ന് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോ മലഞ്ചെരുവിൽ പച്ചില ഭക്ഷിക്കുന്ന നേരത്തെ നബിയെ, തങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് ഞാനതാ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല സെറ്റപ്പുള്ള കുടുംബല്ലേ, ഭക്ഷണം കഴിച്ചൂടെ? പുറേ പോയിട്ട് തങ്ങൾ പറഞ്ഞും ചെയ്തല്ലോ, അനുവാദം കൊടുത്തല്ലോ, പോയില്ല. നല്ല പെരുമാറ്റം, നല്ല സംസാരം, നല്ല പ്രതികരണം, എന്തൊരിഷ്ടായിരിക്കും. ആ പെരുമാറ്റം തന്നെ നമ്മൾ ആകർഷിച്ചു. അതാണ് വലിയ ആകർഷണം. നല്ല സംസാരം. കലാമുഹുന്ന അറബിയ്യുൻ, സ്വർഗീയ തരുണികളുടെ സംസാരം അറബി ഭാഷയാണ്. ആണ്ടതും പെണ്ണിൻ്റെതും അറബിയാണ്. ഈ സംസാരത്തിലുള്ള ആ ഒരു വശ്യ മനോഹരമായ ശൈലി സ്വീകരിക്കുന്ന ശൈലിയാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം അവരെ നമ്മൾ സംവിധാനിച്ചു. പ്രായം മാത്രല്ല, അവരെ കാണാൻ കൊതിയുള്ളവർ, നല്ല പെരുമാറ്റക്കാർ, നല്ല വശീകരണ ശക്തിയുള്ളവർ, നല്ല രൂപത്തിൽ സമ്പർക്കം ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഇണകൾ. അങ്ങനെ ദുനിയാവിൽ ഇണയായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല ഒന്ന് മാറ്റിയിരിക്കുകയാണ്.
നമ്മൾ നമ്മുടെ ഇണകളെ കാണുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ആകെ മാറിയിട്ടുണ്ട്. മാറുമല്ലോ, സ്വർഗം മാറ്റത്തിന്റെ കേന്ദ്രമല്ലേ. ആകെ മാറിയിട്ടുണ്ട്. അത്റാബൻ, ഒരേ പ്രായം. 33 സന, 33 വയസ്സ്. ഏറുമില്ല കുറയില്ല. എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കുന്ന എല്ലാവരും ഒരേ നീളം, ഒരേ പ്രായം. നീളം കൂടിയ പ്രശ്നമാണ്. കാരണം നീളം കൂടിയാൾക്ക് പിന്നെ തോട്ടിന്ന് വിളിച്ചു, അപ്പൊ പിന്നെ സ്വർഗത്ത് പറ്റൂല. ഇവിടെ ഓവർ നീളുണ്ടെങ്കിൽ നല്ല സുഖ. മാങ്ങ പറിക്കാനൊക്കെ ഓനെ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നു. മാമ്പഴം പറിക്കാനേ, ഇനിയിപ്പൊ അതിന് വേറെ തോട്ടിന്റെ ആവശ്യമില്ല. അവിടെ എല്ലാവർക്കും ഒരേ നീളം. അലാ തൂലി അബീഹിം ആദം അലൈഹിസ്സലാം 60 ദിറാൻ, 60 മുഴം. എല്ലാവർക്കും ഒരേ പ്രായം. അപ്പൊ പിന്നെ പ്രായത്തിൽ പ്രശ്നം പറയില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഒരു വിഷയം വരും. ഇത് ഇവിടെ ചിലപ്പോഴൊക്കെ സംഗതി കല്യാണമൊക്കെ കഴിഞ്ഞാലും കല്യാണം ആലോചിക്കുമ്പോ ഒരു പക്ഷേ പ്രായം അത്ര തോന്നിയിട്ടില്ലെങ്കിലും പിന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അന്ന് 35 കരുതി ഇപ്പൊ നോക്കുമ്പോ 45 ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ പതുക്കെ ഇങ്ങനെ ഞാനിപ്പോ നിങ്ങളെ കല്യാണം നിങ്ങൾക്കൊരു 25-27 ഒക്കെ ആയി നിന്നിട്ടാണ് ഇപ്പൊ നിങ്ങളെ കൂട്ടിയത്. നിങ്ങൾക്ക് പ്രായം തോന്നായിട്ടുണ്ടല്ലേ. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കണ്ടല്ലോ അവിടെ സെൽഫില്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടോ? ഞാനതൊക്കെ ചുട്ട് കരിക്കട്ടെ. ചുട്ട് കരിച്ചാലും പ്രായം മാറും. സർട്ടിഫിക്കറ്റുള്ള തിരുത്തിയാലും പ്രായം മാറും സഹോദരങ്ങളെ. അത് അല്ലാഹു തആല വെച്ചെന്ന് ഉണ്ടാവൂലേ, മാറ്റാൻ കഴിയില്ലല്ലോ. ഇനി നരബാധിച്ചത് മുഴുവനും കറുപ്പിച്ചു നോക്ക, പ്രായം മാറുവോ? പ്രായം മാറൂലല്ലോ. ആ തന്നേനെ ഉണ്ടാവൂലേ. അവിടെ ആ പ്രായത്തിന്റെ പേരിൽ ഒരു തർക്കമോ ഒരു വിഷമമോ വരുന്നില്ല. അത്റാബൻ, സമപ്രായക്കാരാണ്. അൽ മുസ്തവിയാത്ത്, ഈ സമത്വം എല്ലാത്തിലും ഉണ്ട് എന്നാ മഹാന്മാര് പറയുന്നു. ഫിൽ അഖ്ലാഖി, സ്വഭാവങ്ങളിൽ നല്ല സമത്വമാണ്. ലൈസ ബൈനഹുന്ന തബാഗുൽ, ഇണകൾക്കിടയിൽ ഒരു വെറുപ്പും ഒരു ഹസദും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്നിലധികം ഇണകളെ സ്വീകരിച്ച ആളുകൾക്ക് അവിടെയും ഒന്നിലധികം ഇണകൾ ഉണ്ടാകും. സ്പെഷ്യലായി അള്ള കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ സ്വന്തം ഭാര്യന്റെ പുറമെ ഹുറുല്യങ്ങളില്ലേ, ഹുറുല്യങ്ങളുണ്ട്. അപ്പൊ ആ ഹുറുല്യങ്ങളും ഈ ഇണയും തമ്മിൽ ഒരു കോമ്പി ഉണ്ടാവില്ല. അതാണ് അത്രാബൻ, സ്വഭാവത്തിൽ സമത്വമുള്ളവരാണ്. ഒരു പെണ്ണ് അഥവാ ഒരു പെണ്ണിനോട് ദുന്യാവില് ഞാൻ ഒരു കല്യാണം കൂടി കഴിക്കാണ്, നിങ്ങൾ കഴിച്ചോളി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഒരു മിതമായ പ്രതികരണമാണ് അത്. നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ എന്റെ വീട്ടിൽ നിങ്ങൾ വേറെ വീട് വെച്ച് എന്നാ പിന്നെ അന്ന അങ്ങോട്ട് കൊണ്ടുവരും. ഞാനാണ്ടില്ല. അവിടെ അതില്ല. അവിടെ എല്ലാവരും നല്ല നല്ല ഒരുമയിലാണ്. അത്റാബൻ, ഒരു നിലക്കും ഒരു വിഷമവുമില്ല. ദുന്യാവിലുള്ള ആ ഒരു ചക്കളത്തിപ്പോര് അതവിടെ ഉണ്ടാവില്ല. എന്തൊരു നല്ല സന്തോഷാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം, മുസ്തവിയാത്തുൽ അസ്നാൻ, പല്ല് വരെ സമാണ്. ഇണകളുടെ പല്ല് നോക്കുമ്പോ ആണിന്റെയും പെണ്ണിന്റെയും പല്ല് ഒരേ സമാണ്. എന്താ മൂപ്പര പല്ല്, കൊന്ത്രം പല്ല്, അത് പറയില്ല. മൂപ്പരോ ഇങ്ങനെ ചാടിയിട്ടില്ല. രണ്ടാളുടെയും പല്ല് നോക്കുമ്പോ പല്ല് വരെ സമാണ്. രണ്ടുപേരും ഇണകളെല്ലാം ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കളിക്കും. ഇവിടെ ഒരേ വീട്ടിൽ രണ്ടാളെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഭർത്താവ് പറയും, നിങ്ങളിൽ ആരാണോ ആദ്യം കച്ചറുണ്ടാക്കുന്നത് ഓരോ തൊലാക്കലുണ്ട്. അവിടെ അത് പറയില്ല. അവിടെ ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് ഇണങ്ങും. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലാണത്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും അവർ കന്യകകളാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് പറഞ്ഞു, നബിയെ എന്തൊരു വേദന സഹിക്കണം. കാരണം ദുനിയാവില് സഹോദരിക്ക് ദാമ്പത്യ ജീവിതത്തിലെ ഇണചേരലിലെ സുഖം വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. പുരുഷനെ പോലെയല്ല. പുരുഷൻ ആദ്യഘട്ടത്തിൽ തന്നെ സുഖം വരുന്നുണ്ടെങ്കിൽ ബഖാറത്ത് കന്യക ചർമ്മം നീങ്ങിയ ശേഷമാണ് കൂടുതൽ സുഖം പെണ്ണിനെ അനുഭവിക്കുന്നത്. പുരുഷന്റെ മാരില്ല. പുരുഷനൊരു പക്ഷെ ആദ്യഘട്ടത്തിലുള്ള ആ സുഖമായിരിക്കൂല പിന്നെ കിട്ടുക. സാധാരണ ഒരു പെണ്ണിന് ഒരു പ്രസവം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അവർക്കുള്ള സുഖങ്ങൾ കുറവാണെങ്കിൽ സ്ത്രീകൾക്ക് സുഖം കൂടുതലാണ്.
അങ്ങനെയാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. പ്രസവം കഴിയും തോറും ഇണചേരാനുള്ള സുഖം കൂടുതലായിട്ടാണ് ശരീരത്തിൽ അല്ലാഹു തആല കൊടുക്കുന്നത്. തിരിച്ച് ആണുങ്ങളില്ലേതാ ചോദിക്കുന്നത്? ഹൂറുല്ലീങ്ങളായിട്ടുള്ള ആണുങ്ങളില്ല. ഹൂറുല്ലീങ്ങൾ ഇണകൾ പെണ്ണുങ്ങൾ തന്നെയാണ്, പുരുഷന്മാർക്ക് വേണ്ടി വെച്ചു. എന്നാൽ ഇവിടെ തീരെ ഭർത്താക്കന്മാരെ സ്വീകരിക്കാത്ത സഹോദരിമാരുണ്ടല്ലോ, മരണപ്പെട്ടു പോയവർ, അവർക്ക് ചേർത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഒരു പുരുഷന് 10, 70, 80, 100 ഇണകളെ സ്വീകരിക്കും പോലെ ഒരു സ്ത്രീക്ക് തിരിച്ചിങ്ങോട്ട് ഒരു 100, 50 ഇല്ലെന്നാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ? അതില്ല, ആ സംവിധാനം. അതെന്തേ? അത് ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പോയി. അങ്ങനെ നോക്കൂലെന്നാണ്. ഇപ്പൊ ഭാര്യ നരകത്തിലാണെങ്കിൽ, നരകത്തിൽ സ്ഥിരമായി കിടക്കേണ്ട ഭാര്യയാണെങ്കിൽ സ്വർഗത്തിലുള്ള ഭർത്താവിന് ആ ഭാര്യയെ പറ്റി ചിന്ത കൊടുക്കൂലെന്ന നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാം, നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, രണ്ടുപേരുടെയും ഭാര്യമാരെവിടെയാണ്? നരകത്തിലാണ്. അവരെ പറ്റി അവര് റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലെത്തിക്കണമെന്ന് പറയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ നരകത്തിലല്ലേ, കാലകാലം നരകത്തിലല്ലേ? ആ മകനെ ഒന്ന് ഇങ്ങോട്ട് വരുത്തണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയില്ല. നരകത്തിൽ കാലകാലം കിടക്കേണ്ട ആണാണ്, പെണ്ണാണ്, മകനാണെങ്കിൽ സ്വർഗീയസ്ഥരുടെ ഖൽബിൽ അവരെ പറ്റി ചെറിയൊരു ചിന്ത പോലും അല്ലാഹു തോന്നിപ്പിക്കൂല. കാരണം സ്വർഗത്തിലെത്തിയിട്ട് ഒരു വിഷമം പിന്നെയും വന്നു എന്നായില്ലേ? സ്വർഗം വിഷമത്തിന്റെ ലോകമല്ല, സന്തോഷത്തിന്റെ ലോകമാണ്. ഒന്ന് ചോദിക്കൂല, ചോദിക്കാനുള്ള ഒരു പേരും തരൂലാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ചിലപ്പം പറയില്ലേ, ഞാൻ ഓനെന്റെ അഡ്രസ് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, എന്റെ മനസ്സ് തന്നെ മാറ്റിയിട്ട്. ആ ഒരു മാറ്റം സന്തോഷത്തിന് അവിടെ ലോകത്ത് ഓനെ അങ്ങോട്ട് വേണ്ട, സ്വീകരിക്കേണ്ട, പറ്റൂല എന്ന അർത്ഥത്തിലാണെങ്കിൽ, പിന്നെയും സ്വർഗീയസ്ഥന മനസ്സിലൊരു വിഷമാണെങ്കിൽ പഠിച്ചോനെ എന്റെ മോനെ പിന്നെ അവിടെ വരൂല. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ അവസരവും സാധ്യതയും പേരും ഒക്കെ ലിസ്റ്റിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർ പിന്നെ അവിടെ ഉണ്ടോ എന്നാ റെക്കമെൻഡ് ചെയ്യും. മുഅ്മിനീങ്ങൾ പറയാം, അല്ലാഹു പഠിച്ചോനെ എന്റെ മോൻ അവിടെ ഉണ്ടല്ലോ, ഇതൊന്ന് രക്ഷപ്പെടുത്തു, അത് പറയും. എന്റെ സഹോദരൻ ഉണ്ടല്ലോ, സഹോദരി ഉണ്ടല്ലോ, അത് പറയും. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയവരുടെ ഒരു ശഫാഅത്ത്, അല്ലാഹു തആലാന്റെ ശഫാഅത്താണ് ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശഫാഅത്തും ഇല്ല. പിന്നെ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, പിന്നെ കഥ കഴിഞ്ഞു. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് പറഞ്ഞു, വാ വജഅ, എത്ര വേദന സ്വർഗത്തിൽ സഹിക്കണം. കാരണം ഇവിടെ പുരുഷന്മാര് ആദ്യഘട്ടത്തിൽ ഇണകളെ സ്വീകരിക്കുമ്പോ ഭാര്യമാർക്ക് ആദ്യഘട്ടത്തിൽ അത് ഒരു വിഷമാണ്, പിന്നെ സന്തോഷം വരുന്നവർക്ക് സ്വബ്ർ ചെയ്ത് കഴിയാണല്ലോ. അപ്പൊ പറഞ്ഞു ആയിഷ, ലൈസ ഹുനാക വജഉൻ, അവിടെ ഒരു വേദനയില്ല, അവിടെ ഒരു വിഷമവുമില്ല. അങ്ങനെ ഒരു സംവിധാനം ഇണയിൽ അല്ലാഹു കൊടുക്കുന്നത് കൊണ്ട്, നിങ്ങൾ എന്നും കന്യകകളായി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പുരുഷന്മാരായ ഇണകളെ കൊണ്ട് വേദനിക്കേണ്ട ഒരു സന്ദർഭം അവിടെ വരില്ല. രാവിലെ ഇണ ചേർന്നു, ആണും പെണ്ണും ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് രൂപം മാറുന്നില്ല. ഏറ്റവും നല്ല ഫ്രഷായ കന്യകത്വം നിലനിൽക്കുന്ന പെണ്ണ് തന്നെയാണ്. കുല്ലമാ വജദൂഹുന്ന, എത്ര അവരെ സമീപിച്ചാലും, എപ്പോഴവരെ സമീപിച്ചാലും എപ്പോഴും അവരെ കാണാൻ കഴിയുന്നത് കുല്ലമാ താഹുന്ന വജദൂഹുന്ന ബുഖാറൻ, എപ്പോ പോയാലും അവർ കന്യകളാണ്. ഏതവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. ഇത് ദുനിയാവിലും അല്ലാഹു തആല രൂപം മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രമൊന്നുമല്ല, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബിക്ക് അല്ലാഹു തആല മകനെ നൽകിയത് പ്രായാധിക്യത്തിലാണ്, 100 കഴിഞ്ഞിട്ടാണ്. ഇണക്കുമായിട്ടുണ്ട്, ഭാര്യക്കുമായിട്ടുണ്ട് പ്രായം കൂടുതൽ. അല്ലാഹു പറഞ്ഞു, വസുലഹനാ ലഹു സൗജഹു, ഒരു മകനെ കൊടുക്കാൻ ഇണയെ നമ്മൾ പാകപ്പെടുത്തി കൊടുത്തു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അല്ലാഹു ഈ പാകപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മഹാനവർകൾ പറഞ്ഞു, ജഅലഹാ ശാബതൻ ബഅദ അൻ കാനത് അജൂസ വലൂദൻ ബഅദ അൻ കാനത് അഖീമ. ആ പെണ്ണ് പ്രായം കൂടിയ പെണ്ണായിരുന്നു,
ഒരു കുട്ടിയെ കൊടുക്കാൻ അല്ലാഹു തആല ചെറുപ്പക്കാരിയായ ആരോഗ്യവതിയാക്കി മാറ്റിക്കൊടുത്തു. ആരെ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ. അതിൽ നിന്നാണ് മഹാനവർകൾക്ക് മകനുണ്ടാകുന്നത്. ആ മകനാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. മാറ്റിക്കൊടുത്തു, അവസ്ഥ മാറ്റിക്കൊടുത്തു. ഇപ്പൊ നേരത്തെയുള്ള അവസ്ഥ മാറി അല്ലാഹ് അങ്ങനെ കണ്ട അങ്ങനെ ഉണ്ടാവും. ഒരു 80-കാരിയായത് നേരെ കൊണ്ട് റിട്ടേൺ ഒരു 18-ന്റെ ഒരു 19-ന്റെ ഒരു പരിധിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നേരത്തെയുള്ള ആ ആരോഗ്യാവസ്ഥ മാറിയിട്ട് നല്ല ആരോഗ്യം, ചുക്കിച്ചുളിഞ്ഞു പോയിട്ട് നല്ല മുഖം, നരച്ചു പോയിട്ട് നല്ല മുടി ഒക്കെ മാറി. അപ്പൊ അതിൽ അല്ലാഹു തആല അങ്ങോട്ട് സന്തോഷമുള്ള കുഞ്ഞിനെ നൽകി. ഇത് ദുനിയാവിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരു സാമ്പിൾ ആയിട്ട് അവിടെയോ അതുണ്ടാകും. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40-ന്റെ പ്രായത്തിലാണ് കല്യാണം കഴിച്ചതെങ്കിലും ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യവും ഖദീജ ബീവിയുടെ സൗന്ദര്യവും യുവത്വത്തിന്റെ സൗന്ദര്യവും ആരോഗ്യമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിന്റെ ആരോഗ്യവും ആ സൗന്ദര്യമൊക്കെ അല്ലാഹു തആല ആ രൂപത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും മഹത്വങ്ങൾ നിലനിർത്താനും കാരണം ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലൂടെ ഒരു സന്തോഷവും സംതൃപ്തിയും അല്ലാഹു നൽകാനാണ്. പ്രായം 40 ആണെങ്കിലും 40-ന്റെ ഒരു അവശതയോ വിഷമമില്ല. 40 എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ, ആ വിഷമമൊന്നുമില്ല. മുമ്പുള്ള ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ മക്കളെയാണല്ലോ 40-ന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി തങ്ങൾക്ക് വന്നത്. അതിനെ മുമ്പ് 2 ആൾ കല്യാണം കഴിച്ചു ഖദീജ ബീവിയെ. അതിന് മൊത്തം 3 മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച ഖദീജ ബീവി തങ്ങളോടൊപ്പം ജീവിച്ച 25 കൊല്ലാണ്. അതിൽ ജനിച്ചത് 6 കുട്ടികൾ. അപ്പൊ അത് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല ആ രൂപത്തിലായി കൊടുത്തതാണ്. ഇരിക്കട്ടെ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു സുദീർഘമായ ഹദീസിൽ കാണാം. മഹദി ചോദിച്ചു, ഉറുബൻ അത്റാബൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉറുബൻ അത്റാബൻ. നമ്മൾ സൂറത്തുൽ വാഖിഅ പറഞ്ഞു ഉറുബൻ അത്റാബൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായാധിക്യത്തിന് ശേഷം മരണപ്പെട്ടു പോയ ഉമ്മമാരെ അല്ലാഹു തആല ഫജഅലഹുന്ന അദാറാ, കന്യകകളാക്കി പടച്ച് ഉറുബൻ, നല്ല സൗന്ദര്യമുള്ളവരാക്കി, ഇണകൾക്ക് ഏറ്റവും കൊതിയും സന്തോഷവും ഉള്ളവരാക്കി മാറ്റി. അപ്പൊ മഹദി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഈൻ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ശരിക്കും ഈ മേഖല ശ്രദ്ധിക്കണം. നിസാഉദ് ദുനിയ അഫ്ളൽ അമിൽ ഹൂറുൽ ഈൻ? ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ഏറ്റവും നല്ലവര്, ഹൂറുല്ലീങ്ങളാണോ? ഹൂറുല്ലീങ്ങൾ എവിടെ ഉണ്ടാക്കിയതാ? സ്വർഗത്തിൽ അല്ലാഹു ഖൽഖ് ചെയ്തല്ലേ? സ്വർഗത്തിൽ അല്ലാഹു പടച്ചതാണ് ഹൂറുല്ലീങ്ങൾ. മറ്റേ ദുനിയാവിലുള്ള സ്ത്രീകളാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ നിസാഉദ് ദുനിയാ അഫ്ളലു മിനൽ ഹൂറിൽ ഈൻ? ദുനിയാവിലെ പെണ്ണുങ്ങളാണ് ഹൂറുല്ലീങ്ങളെക്കാളും മഹത്വമുള്ളവർ. കഫളിൽ ളിഹാറത്തി അലൽ ബിത്വാന, ഉള്ളിലുള്ളതിനേക്കാൾ മഹത്വം പുറത്തുള്ളതിനു പോലെ. പുറത്തന്നെ എങ്ങനെയുണ്ട്, അപ്പൊ ഉള്ളെങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല ആൾക്കാർ. പുറത്തുള്ളതിന് മഹത്വം ഉണ്ടല്ലോ, ഉള്ളിലുള്ളതിനേക്കാളും പുറത്തുള്ളതിന് എന്തുണ്ട്? ഒരു മഹത്വം. ഉള്ളിലുള്ളവരാണ് ഹൂറുല്ലീങ്ങൾ, സ്വർഗത്തിന്റെ ഉള്ളിലാണ്, മറ്റുള്ളവർ പുറത്താണ്. അപ്പൊ ചോദിച്ചു, വബിമദാക യാ റസൂലല്ലാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് ഹൂറുല്ലീങ്ങളെക്കാളും മഹത്വം എന്ന് പറയാൻ കാരണം? ഞങ്ങൾ പറഞ്ഞു, ബി സ്വലാത്തിഹിന്ന, അവരെ നിസ്കാരം കൊണ്ടാണ്, വസിയാമിഹിന്ന, അവരുടെ നോമ്പ് കൊണ്ടാണ്, വഇബാദത്തിഹിന്ന അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആലാക്ക് അവർ ചെയ്യുന്ന ആരാധന കൊണ്ടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വത്വാഅത്തിഹിന്ന ലി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാർക്ക് അവർ അനുസരിച്ചത് കൊണ്ടുമാണ്. 4 കാര്യം. ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെക്കാളും മഹത്വം ഉണ്ടാകാൻ കാരണം നിസ്കാരമുണ്ട്. ഹൂറുല്ലീങ്ങൾക്ക് നിസ്കാരമുണ്ടോ? ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് നോമ്പുണ്ട്, അവർക്ക് നോമ്പില്ലല്ലോ. ഇബാദത്തുണ്ട്, അവിടെ ഇബാദത്തില്ലല്ലോ. ഭർത്താക്കന്മാരെ അനുസരിക്കുക എന്ന ശ്രേഷ്ഠമായ അമലും ഉണ്ട്, അവർക്ക് ഇല്ലല്ലോ. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽബസല്ലാഹു വജൂഹഹുന്ന നൂർ,
ദുനിയാവിലെ പെണ്ണുങ്ങളെ ശരീരത്തിന് അല്ലാഹു തആല പ്രകാശം ധരിപ്പിക്കും. വജസാദഹുന്നൽ ഹരീർ, സ്വർഗ്ഗത്തിലെ പട്ടവർക്ക് ധരിപ്പിക്കും. ബീലുൽ അൽവാൻ, വെളുത്ത നിറമുള്ള ഖൽറുസിയാബ്, അതുപോലെ തന്നെ പച്ച രൂപത്തിലുള്ള വസ്ത്രവും. സഫറുൽ ഹുല്ലി, ആഭരണങ്ങൾ നല്ല മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങൾ. ഈ ആഭരണങ്ങൾ ധരിച്ചിട്ട് അതാ ഈ വസ്ത്രങ്ങൾ ധരിച്ച് സഹോദരിമാര് ദുനിയാവിലെ ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷപൂർവം കാത്തിരിക്കും. അപ്പൊ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അൽ മർഅതു മിന്നാ തതസവ്വജു സൗജൈനി വത്തലാസ വൽ അർബഅ സുമ്മ തമൂത്. നബിയേ, ഞങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് 2, 3, 4 ഭർത്താക്കന്മാരൊക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടല്ലേ ആ പെണ്ണ് പലരും മരിച്ചു പോകുന്നത്? സ്വർഗത്തിൽ കടക്കും, ഇവരും കടക്കുമല്ലോ കൂടെ. മയ്യക്കൂനു സൗജഹ, ആരാണ് ഭർത്താവാക? ഭർത്താക്കന്മാരൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോളി, ആരാ ഭർത്താവാക? ഈ ചോദിക്കുന്ന ഉമ്മു സലമ ബീവിക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഭർത്താവാ. ഒന്നാമത്തെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയതിൽ ഏറ്റവും കൂടുതൽ ക്ലേശങ്ങൾ തരണം ചെയ്തൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ആ കുടുംബത്തെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരം കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്ന കണ്ണ് നബി തങ്ങൾ ഇങ്ങനെ ചിമ്മിക്കൊടുത്തു. അങ്ങനെ താടക്ക് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ റഫഅ ദറജതഹു ഇൻദക ഫിൽ മഹ്ദിയീൻ. അല്ലാഹുവേ, അബൂ സലമയുടെ സ്ഥാനം മുഖറബീങ്ങളിൽ മഹ്ദിയീങ്ങളിലായിട്ട് നീ ഉയർത്തണം, ഖബറിൽ നീ വിശാലത കൊടുക്കണം, പ്രകാശിപ്പിക്കണം എന്ന ആ മയ്യത്തിന്റെ അടുത്ത് വെച്ച്, സഹാബിന്റെ അടുത്ത് വെച്ച് തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഇണയായി വരുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ചോദിക്കുന്ന ഉമ്മു സലമക്ക് 2 ഭർത്താവായി. ഖദീജ ബീവിക്ക് 3 ഭർത്താവ്, കഴിഞ്ഞു പോയി 2 നബി തങ്ങൾ. സൗദാ ബീവിക്ക് 2 ഭർത്താവ്. ഇതിപ്പോ ആയിഷ ബീവിക്കാണ് ഒന്നുള്ളത്, ഒരേ ഭർത്താവിനോട്. ഹഫ്സ ബീവിക്ക് 2 ഭർത്താവ്. ഇങ്ങനെ പലർക്കും 2 സ്വീകരിച്ച് പിന്നെ മരിച്ചുപോയി, 3 സ്വീകരിച്ച് മരിച്ചുപോയി. ഇവരുണ്ടാകുമല്ലോ സ്വർഗത്തിൽ, അവര് മരിച്ചുപോയതല്ലേ, അവർക്കൊക്കെ ഭാര്യ ആരാ? ഭാര്യ 1. അങ്ങനല്ലേ തോന്നുന്നത്? ആരാകും സൗജ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ തുഖയ്യർ, ആ പെണ്ണിന് തെരഞ്ഞെടുക്കാനുള്ള അധികാരം അല്ലാഹു കൊടുക്കും. ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, 3 ഭർത്താക്കന്മാരാണെങ്കിലും 2 ഭർത്താക്കന്മാരാണെങ്കിലും 4 ഭർത്താക്കന്മാരാണെങ്കിലും അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിച്ചവരാരാണോ അവരെ തെരഞ്ഞെടുക്കും. എന്നിട്ട് ആ പെണ്ണ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആ പെണ്ണ് പറയും, ഇന്ന ഹാദാ, അല്ലാഹുവേ, ഈ മനുഷ്യൻ അതും എന്റെ ഭർത്താവാണ്, ഇതും എന്റെ ഭർത്താവാണ്, പക്ഷെ ഈ ഇരിക്കുന്ന ആള് കാന അഹ്സന ഖുലുഖൻ മഈ, എന്റെ കൂടെ നല്ല സ്വഭാവത്തോടെ വർത്തിച്ച ആളാണ്. ഫസവ്വിജ്നീഹി, അയാൾ എനിക്ക് ഇണയാക്കി ചേർത്ത് തരണം. മുസലമ ബീവിയോട് പറയണം, മുസലമ ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈരിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലെയും മൊത്തം നന്മയെ കൊണ്ടുപോയ ഒരു മഹാസംഭവം ഉണ്ടെങ്കിൽ അത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ ഭാര്യയെ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞു, ബാപ്പക്ക് വിളിച്ച് ഉമ്മക്ക് വിളിച്ച് അവരെ ശരീരത്തിന്റെ കോലക്കേട് പറഞ്ഞു, അവരെ മുടിയുടെ കോലക്കേട് പറഞ്ഞു, വസ്ത്രത്തിന്റെ കോലക്കേട് പറഞ്ഞു. നീ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് കയറി കാലെടുത്ത് വെച്ചത് മുതൽക്ക് തന്നെ ഇവിടെ മഹാദുരന്തമാണ്, ശാപമാണെന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരതിൽ നിന്ന് മാറണം. സ്വഭാവക്കേടാണ്, വല്ലാത്ത മോശ. ചില ഗ്രഹങ്ങളിലൊക്കെ നടക്കുന്ന വർത്തമാനങ്ങളും സംഘടനകളും കേട്ടാൽ അന്തം വിട്ടുപോകും. സംസ്കാരത്തിന് അവർ സന്തോഷത്തിലാണ്, എല്ലാ വിഷയത്തിലും റെഡിയാണ്, പക്ഷെ അവരാകെ മോശപ്പെട്ടവരായി വർത്തിക്കുന്നത് ഗ്രഹാന്തരത്തിലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, എന്റെ ഭാര്യമാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ എന്റെ ഭാര്യമാരോട് വർത്തിച്ച ആളാണ് ഞാൻ. 9 ആളോടും ചോദിച്ചു നോക്കൂ, ഒരൊറ്റ മൈനസ് പോയിന്റ് പോലും എന്നെ പറ്റി അവർ പറയൂല.
മാന ഖൈറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഞാൻ നല്ല ആളാണ്. നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ട്, അവർ സമൂഹത്തിൽ നല്ല ആളാണ്, സംഘാടനത്തിൽ മികവുള്ളവരാണ്, സംഘശക്തിക്ക് താങ്ങൊടുക്കാൻ പറ്റുന്നവരാണ്, എല്ലാ ലെവലിലും അവന് മുൻപന്തിയിലാണ്, അധ്യാപനത്തിൽ കഴിവുള്ളവരാണ്. കുടുംബത്തിലെത്തിയാൽ, വീട്ടിലെത്തിയാൽ, ഗ്രഹാന്തരത്തിലെത്തിയാൽ ഒന്നിനും കൊള്ളാത്തവരാണ്. അവരെ നാവ് വളരെ മോശാണ്, അവരെ പ്രവർത്തനം വളരെ മോശാണ്, അവരെ അണിയറ രഹസ്യങ്ങൾ വരെ വല്ലാത്ത മോശാണ്, അടുപ്പിക്കാൻ പറ്റൂല. നീച സ്വഭാവമുള്ളവരായി മാറരുത്, നല്ല രൂപത്തിൽ വർത്തിക്കണം. ഭാര്യയിൽ വല്ല മോശമുണ്ടെങ്കിൽ ഭർത്താവിന്റെ സൽസ്വഭാവം കൊണ്ട് ഭാര്യയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഭർത്താവ്, അവനാ നല്ല ഭർത്താവ്, അതാ നല്ല ഭർത്താവ്. പരിവർത്തനത്തിന്റെ പാട്ടുപാടാൻ കഴിയണം. എന്റെ കൂടെ താമസിച്ചത് കൊണ്ട്, ജീവിച്ചത് കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്ത് നേട്ടമുണ്ടായി ഒന്ന് ആലോചിക്കണം നമ്മൾ. ഞാൻ ആ ഭർത്താവിന്റെ കൂടെ താമസിച്ചിട്ട് എനിക്കെന്ത് നേട്ടമുണ്ടായി? ഭൗതിക നേട്ടമല്ല, പാരത്രിക നേട്ടം. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. ഞാൻ അയാളെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നല്ല മറവോടെ, നല്ല ഹയാഓടെ, നല്ല സ്വഭാവത്തോടെ, നല്ല ഇബാദത്തോടെ, നല്ല ഭക്ഷണത്തോടെ, നല്ല പെരുമാറ്റത്തോടെ ജീവിച്ച് എന്റെ മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ എന്റെ ഭർത്താവ് എനിക്ക് കാരണക്കാരനായി മാറി. ആലവലാവേണ്ടത്, പുച്ഛിക്കരുത്. ചെറിയൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചക്കാലം വായിട്ടടിക്കുന്നവരുണ്ട്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ. ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന ഉസ്താദിന്റെ റൂമിൽ ഒരാൾ വന്നു, പണക്കം തീർക്കാൻ വന്നാണ്. കുറച്ചൊക്കെ പ്രായമുണ്ട്, ഭാര്യനേറ്റ് ഒരു 2-3 മാസമായി ഉടക്കിലാണ്. ഉസ്താദ് ചിരിച്ച്, അങ്ങനെ കുറെ സംഭവം കേട്ട് പരിചയമുള്ള ആളല്ലേ, കുറെ ട്രീറ്റ്മെന്റ് ചെയ്താണ്. ഉസ്താദ് എത്ര മക്കളുണ്ട്? മക്കൾ 7 ആൾ. കുട്ടികൾക്ക് ജോലിയൊക്കെ ഉണ്ട്, എല്ലാവരും കല്യാണം കഴിച്ചു, 7 ആളും കല്യാണം കഴിച്ചു. ആണും പെണ്ണൊക്കെ കല്യാണം കഴിച്ചു, വീടൊക്കെ. നിങ്ങളെ വീട്ടിൽ ചെറിയ മോനും വിലക്കെ ഉണ്ട്, സാധാരണ നാട്ടിലെ പതിവ് പോലെ. നിങ്ങളെ വീടും പുതുക്കിയോ? ആ പുതുക്കിയിരുന്നു, സന്തോഷം. പിന്നെന്തിനാ നിങ്ങൾ പെണ്ണുങ്ങളെന്തിനാ? അത് ഉസ്താദ് പിന്നെയും ചോദിച്ചു, എവിടുന്ന കുഴപ്പം തീരണ്ടേ? നിങ്ങൾക്ക് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തോട് നിങ്ങളെ നിലപാടെങ്ങനെ? അപ്പോ മുപ്പര് പറഞ്ഞു, ഓൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ആണുങ്ങൾ കേക്ക് ശരിക്കും കേട്ടോളി. നമ്മളെ മോശത്തരെ പറയണത് പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ സ്വഭാവം എന്റെ വാതിൽ കേൾക്കൂല. ഞാൻ ആണുങ്ങൾക്ക് നല്ലോണം ഇട്ട് കൊടുക്കില്ല. നമ്മൾ നന്നാകണം, നാക്കാലികളാകരുത്, നന്നാകണം. നമ്മൾ കരിമ്പൂച്ചകളായി വർത്തിക്കരുത്, മാന്യനായി മനുഷ്യനായി വർത്തിക്കണം. പെറിന്റെ ഉള്ളിൽ പേടിക്കപ്പെടുന്ന ആളല്ല ഭർത്താവ്, സ്വീകരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, അനുകരിക്കപ്പെടുന്ന വ്യക്തിത്വമാകണം. പേടിക്കപ്പെടുന്ന, ഏറ്റവും തോന്നെ പേടിച്ചാൽ ഉറക്കം കൂടി വരാത്ത കാട്ടിലെ സിംഹമാകരുത് ഭർത്താവ്. ആദർശരംഗത്ത് ധീരതയുണ്ടെങ്കിലും കുടുംബരംഗത്ത് സ്നേഹിക്കപ്പെടുന്ന, നല്ലോണം സ്നേഹിക്കപ്പെടുന്ന, കണ്ടാലും പൂതി തീരാത്ത, ഒരു ദിവസം വീട്ടിലേക്ക് വരാതെന്നാൽ വിഷമം കൊണ്ട് ഭാര്യ പറയും, നിങ്ങൾ ഇന്നലെ വരാത്തോണ്ട് ഞാൻ കുറെ നേരം വിഷമിച്ചു എന്ന് പറയുന്ന. നിങ്ങൾ ഇന്നലെ വരാത്തോണ്ട് ഞാൻ നല്ലോണം ഉറങ്ങി എന്നല്ല പറയണ്ടേ, അങ്ങനല്ല പറയണ്ടേ. നിങ്ങൾ ഇന്നലെ വരാത്തോണ്ട് വിഷമമുണ്ടായി, എങ്ങനെ പറയാ? നിങ്ങൾ ഇന്നലെ വരാത്തോണ്ട് ഒന്നും വരാന്നാ മതി എന്ന് ഞാൻ കരുതിയോ? അങ്ങനല്ല പറയണ്ടേ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വന്നാൽ, ഒരാഴ്ച 2 ആഴ്ച കണ്ടു, യുദ്ധം കഴിഞ്ഞ് വന്നാൽ തങ്ങൾ ഓരോ വീട്ടിലും കയറും. എന്നിട്ട് ഏതാണോ തങ്ങളെ അന്നത്തെ വീട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പകലെല്ലാരും വരും. 9 ഭാര്യമാരെല്ലാരും വരും, ചുറ്റും കൂടി ഒന്ന് ആലോചിക്കും, ചുറ്റും കൂടി ഇരിക്കും. തങ്ങൾ അവരെ നടുവിലുണ്ടാവും. എന്നിട്ട് അങ്ങനെ വർത്തമാനം പറയും, തങ്ങളും വർത്തമാനം. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി. ചിലർക്ക് 1 മിനിറ്റ് ഭാര്യന്റെ കൂടെ വർത്താൻ പറയാൻ നേരല്ല. നേരല്ലാത്തോണ്ടല്ല, നേരം ഉണ്ടാവൂല. ആ ടൈമും കൂടി ഒരു അങ്ങാടി കളി. എന്നിട്ട് പൂച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി മാളത്തിലേക്ക് ഒളിക്കും പോലെ 2 മണിക്ക് പോലും. എന്നിട്ട് ഓന്റെ മുറാദു ഹാസിലാക്കി രാവിലെ തന്നെ തടിയപ്പ. ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ എന്തൊരു സന്തോഷാണ്. മനപ്പൊരുത്തല്ലേ കൈമാറുന്നത്. അപ്പൊ സ്നേഹമുള്ള നിങ്ങൾ വരുന്നില്ലേ? എന്തേ? ഞാൻ ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ അങ്ങാടിയിലുണ്ട് എന്ന് ഞാൻ കേട്ടു. ആ ഇജ്ജിപ്പോ അറിഞ്ഞു, അയലക്കാരൻ വന്നപ്പോ നിങ്ങൾ അവിടെ ഉണ്ട് നിന്നോട് പറഞ്ഞു. നിങ്ങൾ വരുന്നില്ലേ? എനിക്ക് ചെറിയൊരു ഷോ, ഒരു ഷോലും ഇല്ല, ഇത്രന്ന് വർത്താനം പറയണം. അവിടെ പോയിരുന്നാല് വർത്താനം പറയാൻ മടുക്കും. പിന്നെ ആരോടാ പറയണ്ടേ? സ്വന്തം ഇണയോട് മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയുന്നതിനേക്കാൾ സന്തോഷം. ചോറിച്ച് കടന്നോ പാപ്പണ്ണ? എന്താണ് നിങ്ങൾ വരി, ഞങ്ങളെ കാത്ത്. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു അർജന്റ്. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പോന്നിട്ടുണ്ട്, ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്
നമുക്ക് വേണ്ടി 8:30 ഭക്ഷണം കഴിക്കേണ്ട ഒരു ഭാര്യ സ്നേഹത്തോടെ 9:30 വരെ കാത്തിരുന്നെങ്കിൽ മടുപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. മനസ്സിനെ മതിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, സ്വീകരിക്കുന്ന വർത്തമാനങ്ങൾ പറയണം. അപ്പൊ ഉസ്താദിനോട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തെ പറ്റി എങ്ങനെ? ഓൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഈ മക്കളെ പോറ്റി അത്രയും കാലം നിങ്ങളെ ഈ കൂട്ടുജീവിതത്തിൽ 40 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ആ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെയല്ലേ അരി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത്? അതെ. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റാതായത്? ഇപ്പൊ എന്താ പറ്റാതായത്? നിങ്ങൾ ഒരുമിച്ചാണോ കിടക്കുന്നത്? ഒരുമിച്ചാ കിടക്കുക. നിങ്ങൾ ആ റൂമിൽ തന്നെയല്ലേ ഒരുമിച്ചല്ലേ കിടക്കൽ? ഒരുമിച്ചില്ല, ഒരേ കട്ടിലാണ്. എന്നിട്ടോ ഓളാ അങ്ങോട്ട് തിരിഞ്ഞെടുക്കും, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും. എന്നറിയ അർത്ഥം എന്താ? രണ്ടാളും മുണ്ടാത്തോടുള്ള ബഹിഷ്കരണം. അങ്ങോട്ട് കിടക്കും, ഞാൻ ഇങ്ങോട്ട് കിടക്കും. രാവിലെ നീച്ച് രണ്ടാളും, ഒരാൾ നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കും. ഞാൻ പള്ളിയേക്ക് ഒരാൾ നിസ്കരിക്കും. അപ്പൊ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ആരാ അൽക്കിത്തല്ലേ? ഓളനെ അൽക്കിത്തല്ലേ? അതും ഓൾക്കറിയില്ല. കേക്കില്ലേ? അത് ഓൾക്കറിയില്ല. ഇതൊന്നും അവകാശമല്ല, ഔദാര്യമാണ്. നമ്മൾ കാണണം, ശരിക്കും കാണണം. ഔദാര്യമാണ്. സഹകരിക്കണം, സ്നേഹിക്കണം. ഒരു പെണ്ണ് നമുക്ക് തരേണ്ട അവകാശങ്ങളിൽ പെട്ടതല്ല സഹോദരങ്ങളെ. നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരണം. കൂട്ടുജീവിതത്തിൽ അവർ നമ്മളോടുള്ള സഹകരണമാണ്. അതിന് നന്ദി പറയണം, സ്നേഹത്തോടെ കാണണം. ഉസ്താദിന് മനസ്സിലായി ട്രീറ്റ്മെന്റ് ഇവിടെ നടത്തേണ്ടത്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടോ ചോദിച്ചു, കാശുണ്ടോന്ന് ചോദിച്ചു. ആ കാശുണ്ട്. എത്ര ഉണ്ടോ ചോദിച്ചു. 500 ഉറുപ്പ്യ ഉണ്ട്. നിങ്ങൾ പോണ വയ്ക്കുന്ന ഒരു നല്ല മത്സ്യ മാർക്കറ്റ് കയറിയിട്ട് ഒരു 250 ഉറുപ്പ്യക്ക് മീൻ വാങ്ങി. 250 മീൻ വാങ്ങിയിട്ട് ഇന്ന് ഉച്ചക്ക് നിങ്ങളും ഭാര്യ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം നല്ല തൃപ്തിയോടെ കഴിച്ചിട്ട് ആ ഭാര്യന്റെ ഭക്ഷണത്തെ പറ്റിയിട്ട് നിങ്ങൾ മധു പറയണം. കയ്യോന്ന് വെച്ചു, നിങ്ങൾ വേഗം ഒരാഴ്ചയോട് മാറ്റിത്തരാം. എന്നിട്ട് നാളെ ഇങ്ങോട്ട് വരിക, നാളെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആൾ പോയി നല്ല മീനൊക്കെ വാങ്ങി, അല്ല 1-ാം നമ്പർ മീനൊക്കെ വാങ്ങി പോയി. ഉച്ചക്ക് ടൈം പൊരിച്ച് റെഡി. ഇയാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഭാര്യയും കുളിച്ച് നിസ്കരിച്ച് ഒരുമിച്ച് ഭക്ഷണം എന്റെ ചോറ് എടുത്തുകൊണ്ട് വന്ന ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മീനൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട്, മീൻ ഇജ്ജുണ്ടാക്കിയതാ? പിന്നെ ഞാനല്ല, നിങ്ങൾ ഇവിടെ ആലോചിച്ചിട്ടുണ്ടോ? വേറെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഓ, നിങ്ങൾക്ക് ഇത്രയും കാലത്ത് ഇപ്പോഴെങ്കിലും ഒരു ടേസ്റ്റ് വന്നല്ലോ. അതാ കണ്ടോ നിങ്ങൾ? എവിടെയാ സഹോദരങ്ങളെ പോരായ്മയുള്ളൂ? നിങ്ങൾ നോക്ക്. അൽഹംദുലില്ലാ, ആ പെണ്ണിന്റെ വളരെ സങ്കുചിതമായി കിടക്കുന്ന ആ മനസ്സ് വിശാലമായി സന്തോഷം കൊണ്ടു. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, രാത്രി ഒരുമിച്ച് കഴിഞ്ഞു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. പിറ്റേന്ന് മൂപ്പര് വന്നു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇന്നലെ രാത്രി സുഖത്തോടെ നല്ല സന്തോഷത്തോടെ ഉറങ്ങിയതുപോലെ കഴിഞ്ഞ ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഉറങ്ങി? ഇല്ല ഉസ്താദ്, ഇല്ല. ഇന്നലെ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് മാത്രമാണ് സന്തോഷമല്ല, ഇണക്കു സന്തോഷം. രാവിലെ നിങ്ങൾ പോരുമ്പോ എന്തേ നിങ്ങളെ ഭാര്യ ചോദിച്ച് എപ്പോഴാ വരികയെന്ന് ചോദിച്ചു. ഇന്നലെ ചോദിച്ചിരുന്നു? ഇല്ല, ഇന്നലെ ചോദിച്ചിട്ടില്ല. മിഞ്ഞാന്ന് ചോദിച്ചോ? മിഞ്ഞാന്ന് ചോദിച്ചിട്ടില്ല. എവിടേക്കെങ്കിലും പോയിക്കോട്ടെ എന്നാ കരുതിയത്. എന്ന് ചോദിച്ചത് നിങ്ങൾ ആ ഒരു പ്രതികരണവും ആ ഒരു സമ്പർക്കവും ആ ഒരു സ്നേഹമല്ലേ, അത് നിങ്ങളൊന്നും കാത്തു സൂക്ഷിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ ഭക്ഷണം കഴിക്കാനുള്ളത്? ഹുബ്സ് ഉണ്ട്. ഹുബ്സ് പറഞ്ഞാൽ പത്തിരി അല്ല. പത്തിരി നമ്മളെ പത്തിരി അല്ല, റൊട്ടി വായന്റെ ഇലയിൽ ഇങ്ങനെ മാമാരാ ബർക്കത്തുള്ള വിരലൊക്കെ കാണുന്ന റൊട്ടിയില്ലേ, ആ റൊട്ടി, ആ കട്ടിയുള്ള റൊട്ടി. ആ ഉച്ചക്ക് പിടിക്കണേ, ശരിക്കെല്ലാം പിടിക്കണം, ആരോഗ്യമുള്ളവർ പിടിക്കാൻ കഴിയും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും കുറച്ചുകൂടി കട്ടി കൂടും. പിറ്റേന്നാവുമ്പോ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇത്രയും കട്ടി ഉണ്ടാവും. ആ കട്ടി പത്തിരി ഞങ്ങൾ കൊണ്ടുവന്നു. തങ്ങൾ വെച്ചു കൂട്ടാനൊന്നുമില്ലെന്ന് വെച്ചു. അന്നുകൊണ്ട് കൂട്ടാൻ ഒരു ഭാര്യ പറഞ്ഞു സുർക്കുണ്ട്. നമ്മളോട് സുർക്കുണ്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ഇപ്പൊ മൈക്കോട് പറയാൻ പറ്റില്ല, ഓൺലൈനിലുണ്ട് അല്ലേ പറഞ്ഞു. സുർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ പ്രതികരണം, സുർക്ക കൊണ്ടുവരൂ, നല്ല കൂട്ടാനാ സുർക്ക. നമ്മൾ സുർക്കനെ പറ്റി നല്ല കൂട്ടാന്ന് പറയോ? നിങ്ങളൊന്ന് ആലോചിച്ചു. അച്ചാറാണുള്ളത്, തക്കാളി ഉണ്ട് അച്ചാറിനൊക്കെ നമ്മൾ പറയോ? കുറച്ചൊക്കെ ഒരു മാന്യതയുള്ളവർ പറയും, അത് ഇജ്ജു എന്റെ കുട്ടികൾ തിന്നാളാന്ന് പറയും. കുറച്ച് മാന്യതയുള്ളവരാണ് പറയും. തങ്ങൾ പറഞ്ഞു ഈ പ്രതികരണ സ്വഭാവം ഇത് നമ്മൾ ശീലിക്കണം. ഞാനത് പരത്തി പറഞ്ഞാൽ പരത്തിപ്പോകും. കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം ഒരു മാറ്റർ തന്നെ ഭർത്താവിന്റെയും ഭാര്യന്റെയും വ്യത്യസ്ത മാറ്ററുകൾ പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തിനാണ് അവിടെ കൂടുതൽ സംഭാവന വന്നത്.
അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭാവന തരാൻ കാരണം? ഭാര്യനെ പറ്റി പറഞ്ഞപ്പോ ഭർത്താക്കന്മാർ സംഭാവന ഇട്ടു, ഭാര്യമാരെ പറ്റി മറ്റൊരു രണ്ടു കൂട്ടർ അപ്പൊ സംഭാവന നിറഞ്ഞു. അപ്പോഴാണ് നല്ലോണം ദഹിച്ചത്. നല്ലോണം സഹോദരിമാരോട് പറയട്ടെ, എന്നൊരു പ്രയോഗം കണ്ടില്ലേ നിങ്ങൾ ഹദീസിൽ? ഇമാം അബൂ ഹയ്യാൻ തഫ്സീറിൽ കൊണ്ടുവന്ന കാരണങ്ങൾ നാലാമത്തെ കാരണമാണ്, ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് സ്വർഗത്തിൽ കൂടുതൽ മഹത്വം ഉണ്ടാകാൻ കാരണം ഭർത്താക്കന്മാരനുസരിച്ചു. എല്ലാ നല്ല ലെവലിലും അനുസരിക്കണം, നല്ല രൂപത്തിലും അനുസരിക്കണം, സ്വർഗത്തിലും ഇണകളായി ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഇത് സുല്ലത്തുൻ ഒരു കൂട്ടം ആളുകളുണ്ട്, മിനൽ അവ്വലീന ആദ്യകാലക്കാരിൽ, വസുല്ലത്തും മിനൽ ആഖിരീന അവസാനം വന്ന ഈ ഉമ്മത്തിലും ഒരു നല്ലോണം കൂട്ടാൾക്കാരുണ്ട് അസ്ഹാബുൽ യമീനിൽ. ആദ്യം പറഞ്ഞപ്പോ അങ്ങനല്ല പറഞ്ഞത്, സാബിഖ്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അത് ആഖിരീങ്ങളിൽ അവസാനക്കാരക്കാർ കുറച്ചാണ്, വളരെ കുറച്ചാണ് സാബിഖ്യങ്ങൾ. അതേ സമയത്ത് അസ്ഹാബുൽ യമീൻ മധ്യവിഭാഗം, എന്തെങ്കിലുമൊക്കെ ഒരു ശഫാഅത്ത് ഒരു നന്മയൊക്കെ മുൻതൂക്കണ്ടായി സ്വർഗത്തിൽ കടക്കുന്നവര് രണ്ട് സമൂഹത്തിലും രണ്ട് വിഭാഗത്തിലും സുല്ലത്തുൻ വലിയൊരു കൂട്ടമുണ്ട്. സ്വർഗീയസ്ഥരിൽ അല്ലാഹു പെടുത്തി തരട്ടെ, സദസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما أصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.